ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിലമ്പൂർ മത്സ്യഭവന് കീഴിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന 2022-23 പദ്ധതി പ്രകാരം നിലമ്പൂർ വെളിയന്തോട് നിർമ്മിച്ച ഐസ് പ്ലാന്റ് ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇതിന് കേന്ദ്ര ഗവൺമെൻറ് 40 ലക്ഷം രൂപയുടെ ഇതിന് 40% എന്ന നിലക്ക് 16 ലക്ഷം രൂപയാണ് ഇതിന് സബ്സിഡിയായി കൊടുത്തിട്ടുള്ളത്. ഈ പദ്ധതിയിൽ സാധാരണ ജനറൽ വിഭാഗമാണെങ്കിൽ 40% സബ്സിഡി കിട്ടും. SC വിഭാഗവും വനിതകളാണെങ്കിൽ 60% സബ്സിഡി കിട്ടുന്നൊരു വലിയ പദ്ധതിയാണ്. ഏകദേശം ഞാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കൃപ പറഞ്ഞത് ഏകദേശം 2 കോടിയിലധികം രൂപ അല്ലേ? എത്ര കോടിയാണ്? 6 കോടിയിലധികം രൂപ ഇത്തരം സ്കീമുകളിൽ ഇത്തരം പദ്ധതികൾ ആരംഭിക്കാൻ മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രദേശത്തെ ആദ്യത്തെ ഒരു സംരംഭമാണ് നിലമ്പൂരിലെ ഈ ഐസ് പ്ലാന്റ്. അതുകൊണ്ട് എനിക്ക് മീൻ കച്ചവടക്കാരോട് പറയാനുള്ള ഐസ് ഇവിടെ ഉണ്ട് എന്നുള്ള നിലക്ക് ദീർഘനേരങ്ങളും ഐസിലിട്ട് വെക്കരുത്. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ കടൽ കുറേ ദൂരമായതുകൊണ്ട് എല്ലാവരും ഫ്രഷ് മീനിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. നഗരസഭ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യാതിഥിയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുന്താസ്, വാർഡ് കൌൺസിലർ PV റബീന, കേരള ഗ്രാമീണ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ച് സീനിയർ മാനേജർ C ശങ്കർ, ഫിഷറീസ് വകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ കൃപ, നിലമ്പൂർ മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ മാനേജർ K വൈശാഖ്, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ K ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.